വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ക്രൈമിയക്കെതിരെ ഉക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഉക്രൈൻ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ആണെന്നതിനാൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ അംബാസഡറെ വിളിച്ചു വരുത്തി അമർഷം രേഖപ്പെടുത്തി. മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. റഷ്യൻ അനുബന്ധ തുറമുഖ നഗരത്തിന്റെ ആകാശത്തിലൂടെ വന്ന 5 ഉക്രൈൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായി റഷ്യ അവകാശപ്പെട്ടു. ക്രിമിയയിലെ ഭീകരാക്രമണത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തത്തിൽ സംശയമില്ലെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. അതേസമയം അമേരിക്കൻ മിസൈൽ ഉപയോഗിച്ച് റഷ്യയിൽ ആക്രമണം നടത്തുന്നതിനെതിരെ അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. ദക്കിസ്ഥാനിലും ക്രൈമിയയിലും നടന്നത് ഒരേ തരം ഭീകരാക്രമണം തന്നെയാണെന്ന് റഷ്യയുടെ ഔദ്യോഗിക ഭാഷ്യം. റഷ്യൻ റിപ്പബ്ലിക്കായ ദക്കിസ്ഥാനിൽ സെക്യൂരിറ്റി സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 6 ആയുധധാരികൾ കൊല്ലപ്പെട്ടു. പ്രസ്തുത ഭീകരാക്രമണത്തിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. നഗരത്തിലെ 2 പ്രദേശങ്ങളിൽ നടന്ന വ്യത്യസ്ത ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഒന്ന് ഓർത്തഡോക്സ് സിനഗോഗിലെ ആഘോഷത്തിൽ പങ്കെടുത്ത ജനങ്ങൾക്ക് നേരെയും മറ്റൊന്ന് പോലീസ് വാഹനത്തിന് നേരെയുമായിരുന്നു ആക്രമണം. മരണപ്പെട്ടവരിൽ ഒരു പോലീസ് ഓഫീസറും ഉണ്ടായിരുന്നു. ആക്രമണം മുസ്ലിം ഭീകരവാദ ആക്രമണമായി വിലയിരുത്തുമ്പോൾ തന്നെ ആക്രമണത്തിന് പിന്നിൽ അമേരിക്ക പങ്കുണ്ടെന്ന് റഷ്യ കുറ്റപ്പെടുത്തുന്നു. ക്രിമിയയിലെയും ദക്കിസ്ഥാനിലെയും ആക്രമണം 2 ഭീകര പ്രവർത്തനം തന്നെയാണെന്നാണ് റഷ്യ പറയുന്നത്. റഷ്യൻ ദക്കിസ്ഥാനിൽ ഓർത്തഡോക്സ് സിനഗോഗിൽ പുലർച്ചെയുണ്ടായ വെടിവെപ്പിൽ സെക്യൂരിറ്റി ഫോഴ്സുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 6 ഭീകരപ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തു. ആക്രമണത്തിൽ ഏകദേശം 15 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട 4 സിവിലിയന്മാരിൽ ഒരു പുരോഹിതനും ഉണ്ടായിരുന്നു. യുദ്ധാനന്തര ഗസയിൽ ഇതുവരെ 21,000-ലധികം കുട്ടികളാണ് അവരുടെ മാതാപിതാക്കൾക്ക് നഷ്ടമായത്. 90% കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ നിരവധി കുരുന്നുകൾ കെട്ടിടാവശങ്ങൾക്കിടയിൽ ജീവനോടെ കുടുങ്ങിക്കിടക്കുകയും നിരവധി കുട്ടികൾ അപ്രതിഷ്ഠരാകുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ ഇസ്രായേലിന്റെ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്നുമാണ് കണക്ക്. ഇതുവരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 500-ലധികം ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ നിരപരാധികളായ 37,000-ലധികം മനുഷ്യജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും ലോകം മുഴുവനും ഈ യുദ്ധത്തെ വിശേഷിപ്പിക്കുന്നത് കുട്ടികൾക്കെതിരെയുള്ള യുദ്ധം എന്നാണ്. ഗസൻ ആരോഗ്യ മന്ത്രാലയം 15,000 കുഞ്ഞുങ്ങളുടെ മരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വ്യക്തമായ തെളിവില്ല. അവർ ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ടാവാം. ബിൽഡിംഗ് അവശേഷങ്ങൾക്കിടയിൽ വെള്ളവും ഭക്ഷണവും കിട്ടാതെ അവസാന ശ്വാസം പോലും കിട്ടാതെ പിടഞ്ഞു മരിച്ചിട്ടുണ്ടാവാം. അവശേഷിക്കുന്ന കുറച്ച് കുട്ടികൾ ഇസ്രായേലിന്റെ കാരാഗ്രഹത്തിൽ ക്രൂരതകൾ ഏറ്റുവാങ്ങി നാളുകൾ തള്ളി നീക്കുന്നുണ്ടാവാം. മരണപ്പെട്ട 15,000 കുട്ടികൾക്ക് പുറമെയാണ് 21,000 കുട്ടികളുടെ മിസ്സിംഗ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ 17,000-ഓളം വരുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്നും വേർപെട്ട് പലയിടങ്ങളായി ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 4,000-ലധികം കുട്ടികൾ അവശേഷങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവാമെന്ന് പറയപ്പെടുന്നു. യുദ്ധാനന്തര ഗസയിലെ ജനവാസ കെട്ടിടങ്ങൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും പറയാനുള്ള കഥകളിൽ കുട്ടികളുടെ കഥ വെറും കണ്ണീരിന്റെ കഥകൾ മാത്രമാണ്. ഗസയിൽ എവിടെ നോക്കിയാലും ജനസംഖ്യയുടെ പകുതിയോളം കുട്ടികളായിരിക്കും നമുക്ക് കാണാനാവുക. ഏഡ് വർക്കേഴ്സ് പറയുന്നത് ഗസയിലെ കുട്ടികളെ സഹായിക്കുക എന്നത് വളരെയധികം പ്രയാസകരമാണ് എന്നാണ്. യുദ്ധാനന്തര ഗസയിൽ ഇപ്പോൾ തന്നെ 19,000-ലധികം കുട്ടികൾ കാണാതായിട്ടുണ്ടെന്നാണ്. ഇവരിൽ ഏറ്റവും കൂടുതൽ നന്നേ കുരുന്നുകളാണ്. മാതാപിതാക്കളുടെ കൂടെ കളിതമാശയിൽ സ്നേഹം പങ്കുവെച്ച് കഴിയേണ്ടവർ ആ കുരുന്നുകളാണ് ഇപ്പോൾ തീർത്തും അപരിചിതർക്കിടയിൽ കഴിയുന്നത്. ഈ കുരുന്നുകൾ ഏറ്റവും കൂടുതൽ അവഗണയ്ക്കും ചൂഷണത്തിനും വിധേയരാവാൻ സാധ്യതയുള്ളവരാണ്. അവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ മാത്രമല്ല, സംരക്ഷിക്കാൻ ആളില്ലാത്ത തനിച്ചാക്കപ്പെട്ടവർ കൂടിയാണ്. അവർ ഇനിയും ലോകത്തൊറ്റപ്പെട്ടു പോകാതിരിക്കാൻ ലോകത്തിന്റെ കരുണാപൂർവമുള്ള കരുതലും ശ്രദ്ധയും അവരുടെ മേൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്.